നമസ്കാരം. ഡോക്ടർ ഈ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 2 ഒഴിവുകളാണുള്ളത്. താല്പര്യമുള്ളവരിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. അതുകഴിഞ്ഞ് ഓഫ്ലൈനായിട്ടും അപേക്ഷിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം അതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക. അവർക്കും അവന് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് അവിടെയുള്ള ഡിവിഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ് ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 1 എന്ന പോസ്റ്റിലേക്കുള്ള ഒഴിവ്. ഇത് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 വേക്കൻസികളാണ് ഉള്ളത്. ശമ്പളം പറഞ്ഞിരിക്കുന്നത് കൺസോളിഡേറ്റഡ് പേ ആയിരിക്കും. പ്രതിമാസം 29,535 രൂപയായിരിക്കും ശമ്പളമായി ലഭിക്കുക. ഇതിനുവേണ്ടി യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ 3 വർഷത്തെ കമ്പ്യൂട്ടർ സയൻസിലുള്ള 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ PCA ഇത് ഉള്ളവർക്ക് അപേക്ഷിക്കാനും. അതുപോലെ ഉണ്ടെങ്കിൽ BSc ഡിഗ്രി ഫിസിക്സിലോ മാത്തമാറ്റിക്സിലോ കെമിസ്ട്രിയിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ ഉള്ള BSc ബിരുദത്തോടൊപ്പം അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും യൂണിവേഴ്സിറ്റി അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് PGDC ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. 2 വേക്കൻസികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലാണ് പ്രായം പറഞ്ഞിട്ടുള്ളത്. 1/1/2025 അടിസ്ഥാനമാക്കിയായിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. SC/ST-കാരായിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ള 3 വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. മറ്റ് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കായിരിക്കും നിയമനം. പിന്നീട് അത് ഒരു ദിവസം ബ്രേക്ക് ഇട്ടിട്ട് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. റിസർവേഷൻ കാര്യങ്ങളൊക്കെ പാലിച്ചായിരിക്കും നിയമനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി റിക്രൂട്ട്മെന്റ് സൈറ്റായ recruit.kusat.ac.in എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് 2025 ജൂൺ 21 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. അതിനുശേഷം ആ ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അതിന്റെ ഹാർഡ് കോപ്പി അത് സൈൻ ചെയ്തതിനു ശേഷം നിങ്ങളുടെ വയസ്സ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, റിസർവേഷൻ വേണമെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇതെല്ലാം സഹിതം നേരിട്ട് രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കണം. രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കൊച്ചി 22 എന്ന അഡ്രസ്സിൽ 2025 ജൂൺ 26 കിട്ടത്തക്ക രീതിയിൽ അയച്ചു കൊടുക്കണം. അയക്കുന്ന കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 1 ഇൻ ദ ഡിവിഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഓൺ കോൺട്രാക്ട് ബേസിസിന് എഴുതിയിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി നേരത്തെ തന്നെ പറഞ്ഞു. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ജൂൺ 21 വരെ അപേക്ഷിക്കാൻ കഴിയും. അതിനുശേഷം അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് ഹാർഡ് കോപ്പി സർട്ടിഫിക്കറ്റ് ഒക്കെ സഹിതം ജൂൺ 26 രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കണം. അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനുള്ള ഫീസ് 900 രൂപയാണ്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 185 രൂപ കൊടുത്താൽ മതിയാവും ഫീസായിട്ട്. ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ പേ ചെയ്യണം. നെറ്റ് ബാങ്ക് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ ഒക്കെ ഫീസ് അടയ്ക്കാൻ പറ്റും. അതുപോലെ DD ആയിട്ടോ ക്യാഷ് ആയിട്ടോ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. താല്പര്യമുള്ളവരെ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടതിന് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.